ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കർക്കിടക സംക്രാന്തി വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കർക്കിടക സംക്രാന്തിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ കാര്യങ്ങളുണ്ട് അല്ലേ, നമുക്ക് അറിയുന്നത് അറിയാത്തതൊക്കെ ആയിട്ട് കുറെ കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ പഴമക്കാര് പറഞ്ഞു കേട്ടിട്ടും ചെയ്തത് കേട്ടിട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണല്ലേ നമ്മളിപ്പോ കർക്കിടകത്തിനും സംക്രാന്തിക്കൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ ഞാൻ വെറുതെ ഒരു വ്ളോഗായിട്ട് ചെയ്യേണ്ട, അതിന്റെ കൂടെ കുറച്ച് അറിയുന്ന കാര്യങ്ങളും കൂടി ഒക്കെ പറഞ്ഞിട്ട് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തൊരു വ്ളോഗാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാകുമെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഏറ്റവും വിശുദ്ധവും ആത്മീയവുമായ മാസങ്ങളിൽ ഒന്നാണ് കർക്കിടക മാസം. കർക്കിടക മാസം തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യം വീടും പരിസരവും വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. ഇത് പഴമക്കാരായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങളാണ്, അത് നമ്മളും ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഇത് പല സ്ഥലങ്ങളിലും ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല അല്ലേ, പക്ഷേ നമ്മളെ ഇതുപോലുള്ള കുറച്ച് നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ഈ വൃത്തിയാക്കുക എന്നുള്ള കാര്യം നമ്മൾ എന്തായാലും ചെയ്യാതിരിക്കില്ല അല്ലേ എല്ലാ വർഷത്തിലും. അപ്പം ഞങ്ങൾ തുടങ്ങിയത് മുറ്റത്തുനിന്നായിരുന്നു കേട്ടോ. മുറ്റത്ത് തുളസി വളർത്തിയതായിരുന്നു. മുറ്റത്തല്ല വളർത്തിയത്, സൈഡിലാണ് വളർത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് വളർന്ന് അറിയാതെ മുറ്റത്തേക്കൊക്കെ വ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കർക്കിടക സംക്രാന്തി ആയിട്ടുള്ള ക്ലീനിങ്ങിൽ ഫസ്റ്റ് ഇതായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ പുല്ല് മൊത്തം അവിടുന്ന് പറിച്ച് മാറ്റിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ മഴ കുറേ ദിവസം നിന്ന സമയത്ത് ഈ ഒരു സൈഡിൽ പെട്ടെന്നാണ് കേട്ടോ ഈ ഒരു പുല്ല് ഇങ്ങനെ വളർന്നത്. അപ്പം അങ്ങനെ സംക്രാന്തി പണിയായിട്ട് ആദ്യം അതായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. തുളസി ആയതുകൊണ്ട് പറിച്ച് കളയാൻ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും പറിച്ച് കളയാതെ പറ്റില്ല, കാരണം മുറ്റത്താണ് വളർന്നിങ്ങനെ വരുന്നത് കേട്ടോ. അപ്പം നിറയെ തുളസി ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ ഒരു മാസം കർക്കിടക മാസമൊക്കെ വരുമ്പോൾ നമ്മൾ വീടുകളിൽ നിർബന്ധമായിട്ടും തുളസി വളർത്തണം കേട്ടോ. അത് നല്ലൊരു ഐശ്വര്യമാണ്. നമ്മൾ അഴുക്കും കാര്യങ്ങളും ചെല്ലാത്ത സ്ഥലത്ത് നമ്മൾ നല്ല തുളസി തൈകൾ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ. കർക്കിടക മാസത്തിൽ ഈ വൃത്തിക്ക് നല്ല പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കർക്കിടക മാസം നല്ല മഴയായിരിക്കും. അപ്പോൾ ഈ മഴ സമയത്ത് സൂര്യപ്രകാശം അധികം ഭൂമിയിലേക്ക് പതിക്കില്ല. അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികൾ അധികമായിട്ടും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് വീടും പരിസരവും വൃത്തിയാക്കുകയും പഥ്യം എടുത്തിട്ട് മരുന്ന് കഞ്ഞിയും കഴിക്കുകയും രാമായണ പാരായണം ഒക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യരുടെ മനസ്സിനും ശരീരത്തിനും നല്ലൊരു ഉന്മേഷം കിട്ടാനും അതുപോലെ തന്നെ നല്ലൊരു ആരോഗ്യം വീണ്ടെടുക്കാനും സഹായിക്കും എന്നാണ് കേട്ടോ പഴമക്കാരുടെ വിശ്വാസം. എന്നിട്ട് പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ശരീരമൊക്കെ നല്ല മെച്ചപ്പെടുത്തിയെടുത്ത് പുതിയൊരു വർഷത്തിലേക്ക് ആരോഗ്യത്തോടെ കടക്കുകയാണ് കേട്ടോ. പല ആചാരങ്ങളും നമ്മളിങ്ങനെ ചെയ്തു പോരുന്നുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മുഴുവനായിട്ടും അറിയില്ല അല്ലേ. അത് നമ്മളെ വീട്ടിൽ മുത്തശ്ശിമാരോ മുത്തശ്ശന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ആയിരിക്കും ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങളും അറിയാറല്ലേ. അപ്പം ഞാനിങ്ങനെ ഇത് ഫോണിലൊക്കെ നോക്കിയ സമയത്ത് അതിന്നൊക്കെ എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് കേട്ടോ ഇതൊക്കെ. കർക്കിടകം വരുമ്പോഴേക്കും നമ്മുടെ വീട്ടിനുള്ളിലുള്ള ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കൾ, പൊട്ടിയ പാത്രങ്ങൾ, അതുപോലെ തന്നെ ഓടാത്ത ക്ലോക്ക്, വർഷം തെറ്റിയ കലണ്ടർ, അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും നമ്മൾ എടുത്ത് മാറ്റിയിട്ട് എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലതായിട്ടുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ നമ്മുടെ വീട്ടിനുള്ളിൽ വെക്കുക. അതുപോലെ തന്നെ മുക്കിലും മൂലയിലും ഒരു പൊടിയോ മാറാലയോ പോലും ഇരിക്കാതെ അത്രയും വീടിനെ വൃത്തിയാക്കി വെക്കണം കേട്ടോ. കർക്കിടക മാസം വരുമ്പോഴേക്കും, അതല്ലാത്ത സമയങ്ങളും നമ്മളിതൊക്കെ ചെയ്യുന്നതായിരിക്കും. പക്ഷേ എന്നാലും കർക്കിടകം വരുമ്പോഴേക്കും ഇങ്ങനെ നമ്മൾ കരുതിയിരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പണ്ട് കാലങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ് അത്രേ. വൃത്തിയാക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ വെള്ളം തളിക്കുക, ചാണകവെള്ളം തളിക്കുക, ഇതൊക്കെ കൂടുതൽ ശുദ്ധിയൊക്കെ എടുക്കാൻ ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു അത്ര കേട്ടോ. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നവരുണ്ടോയെന്ന് അറിയില്ല. ചാണകവെള്ളമൊക്കെ തളിക്കുന്നവർ ഇപ്പോഴും അപൂർവം ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ. ചേട്ടാ ഭഗവതിയെ പുറത്താക്കിയിട്ട് ശ്രീ ഭഗവതിയെ വരവേൽക്കുകയാണ് അല്ലേ കർക്കിടകത്തിൽ. അതിന് ശീബോധി വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. പിന്നെ പത്തിലക്കറികൾ വയ്ക്കുക കർക്കിടക മാസത്തിൽ. അപ്പോൾ ഈ ശീബോധി വെക്കുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കിണ്ടിയിൽ ഒരു തുളസിക്കതിര്, അതുപോലെ തന്നെ അതിനടുത്തായിട്ട് ഒരു പലക വെച്ച് ആ പലകയിൽ നിലവിളക്ക് കത്തിച്ച് വെച്ച് അതിന് തൊട്ടടുത്ത് ഒരു കോടിമുണ്ട്, അതിന് മുകളിൽ രാമായണം വയ്ക്കുക, പിന്നെ തളികയിൽ ദശപുഷ്പങ്ങൾ വയ്ക്കുക. അതാണ് കേട്ടോ ഈ ശീബോധി വയ്ക്കുക എന്ന് പറയുന്നത്. അതാണ് കേട്ടോ. അത് 30 ദിവസവും ചെയ്യുന്നത് നല്ലതാണ് അത്ര കേട്ടോ. അത് മാറ്റിയിട്ട് അങ്ങനെ ദശപുഷ്പങ്ങളൊക്കെ അങ്ങനെ എന്നും എടുത്ത് മാറ്റി അങ്ങനെ വൃത്തിയായിട്ട് വെക്കുന്നതൊക്കെ നമുക്ക് ഏറ്റവും നല്ല കാര്യമാണ് അത്ര കേട്ടോ. അപ്പോൾ ഈ ദശപുഷ്പങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂവാങ്കുരുനില, മുയൽ ചെവി, കറുക, കയ്യോന്നി, നിലപ്പന,
വിഷു സംക്രാന്തി, ചെറുള, തിരുതാളി, ഉഴിഞ്ഞ, മുക്കുറ്റി ഇതൊക്കെയാണ് കേട്ടോ ദശപുഷ്പങ്ങൾ. ഇത് പേരറിഞ്ഞാലും ശരി നമ്മൾക്കിത് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കില്ലേ. ഇത് നമ്മളെ ഈ ഒരു പ്രായങ്ങളിലുള്ളവർക്കൊന്നും അറിയില്ല. അതൊക്കെ കുറച്ച് പ്രായം ചെന്നവർക്കായിരിക്കും ഇതെല്ലാതും ഏതൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മരുന്ന് കഞ്ഞിയുടെ കിറ്റൊക്കെ പുറത്തുനിന്ന് വാങ്ങാതെ തന്നെ പഴയ ആൾക്കാർ ഇത് തൊടിയിൽ നിന്നും പാടത്തു നിന്നൊക്കെ പറിച്ചിട്ട് വേരുകൾ പറിച്ച് പിഴിഞ്ഞ് കഞ്ഞി വെച്ച് കുടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവർക്കതൊക്കെ അത്രയും കാണാപ്പാടായിരിക്കും. പക്ഷേ നമുക്ക് ഇന്ന് അതൊന്നും എന്തായാലും അറിയില്ല അല്ലേ. കർക്കിടക മാസത്തിൽ ഒരു മുക്കുറ്റിക്കുറി തൊടുന്നൊരു പതിവുണ്ടല്ലോ. അതെന്തിനാ തൊടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുക്കുറ്റി നെറ്റിയിൽ തൊടുന്നത് ഞരമ്പുകൾക്ക് ബലം കിട്ടുത്ര കേട്ടോ. മുക്കുറ്റി നെറ്റിയിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓരോന്നിൻ്റെ പിന്നിലും ഓരോരോ കാരണങ്ങളുണ്ട്. ഇതൊന്നും അറിയാതെ ആയിരിക്കും നമ്മൾ പലരും പലതും ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ സംക്രാന്തിക്കൊരു മൈലാഞ്ചി ഇടുന്ന പതിവുണ്ട് അല്ലേ. അത് മൈലാഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ കൈകളിലും കാലുകളിലൊക്കെ വരുന്ന വളം കടിക്കൊക്കെ നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ടുള്ളൊരു മരുന്നാണ് കേട്ടോ അത്. അപ്പോൾ അത് ഈ കർക്കിടക മാസം വരാനായിട്ട് നമ്മൾ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൈകളിലെയും കാലുകളിലെയൊക്കെ അണുക്കളൊക്കെ കാര്യങ്ങളൊക്കെ നശിച്ചു പോകാനായിട്ടാണ് ഈ മൈലാഞ്ചി ഇടുന്നത് കേട്ടോ. ഈ സംക്രാന്തിക്ക് അതിനാണ് നമ്മൾ ഈ മൈലാഞ്ചി ഇടുന്നത്. അപ്പോൾ മൈലാഞ്ചി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പഴയ ആൾക്കാരൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കാലിലോ കയ്യിൽ കൂടുതലായിട്ടും വരില്ല, കാലുകളിലൊക്കെ നമ്മൾ ഈ ചളിയിൽ കൂടെയൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഈ മഴക്കാലത്തൊക്കെ ഈ വളംകടിയുടെ പ്രശ്നം വരുമ്പോൾ അപ്പോൾ ഈ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഈ മൈലാഞ്ചി ഇടുന്നതിന് പിന്നിലുള്ള കാര്യം കേട്ടോ. അപ്പോൾ നമ്മളിത് വിചാരിക്കും ഭംഗിക്കായിരിക്കാം ഈ മൈലാഞ്ചി ഇടുന്നത്, പക്ഷെ അതല്ല, അതിന് പിന്നിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഞങ്ങളുടെ വൃത്തിയാക്കൽ 2-3 ദിവസങ്ങളൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസം തന്നെ മൊത്തത്തിൽ വൃത്തിയാക്കുക അങ്ങനെ ആയിരുന്നില്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസം കുറച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം കുറച്ച് ചെയ്യുക, അങ്ങനെ 2-3 ദിവസം കൊണ്ടൊക്കെയാണ് കേട്ടോ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. വീടൊക്കെ എപ്പോഴും ഇങ്ങനെ വൃത്തിയായിട്ടിരിക്കുന്നത് കാണാനായിരിക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പം നമുക്കൊരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണല്ലേ കിട്ടുന്നത്.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ.